1985 V5 എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നുവോ? Yes, I am happy. പറഞ്ഞത് ആത്മാർത്ഥമായി തന്നെയാണോ? എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഇതൊന്ന് നോക്കൂ, ഈ മൊബൈലില് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 അതിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ലോകത്തിലാകെ 146 രാഷ്ട്രങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് 126 നമ്മുടെ അയൽ രാജ്യങ്ങളാണ് ഭൂട്ടാൻ, നേപ്പാൾ എല്ലാം. അവരൊക്കെ നമ്മളെക്കാട്ടിലും ബെറ്റർ റാങ്കിങ്ങിലാണ്. ചൈന, പാകിസ്ഥാൻ, ഇവരെല്ലാവരും ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മളെക്കാട്ടിലും ബെറ്റർ റാങ്കിങ്ങിലാണ്. നമ്മുടെ രാജ്യത്ത് ആണെങ്കിൽ നമ്മൾ വളരെയധികം ഡെവലപ്മെൻറ്റിൽ നടക്കുന്നുണ്ട്. മറ്റു രാഷ്ട്രങ്ങളൊക്കെ നമ്മളെ ഉറ്റുനോക്കുന്നു. നമ്മളുടെ വളർച്ചയുടെ രഹസ്യം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ജനത പുറകോട്ട് പോകുന്നു. സന്തോഷത്തിൻ്റെ എസൻസ് നമുക്ക് മനസ്സിലാവില്ല എന്നാണോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്? നമ്മൾ സ്പിരിച്വാലിറ്റിയിലും അത്ര പുറകിലല്ല. പക്ഷേ നമ്മൾ സിമ്പിൾ ലൈഫിൽ നിന്നും ഇപ്പോൾ ലക്ഷറി ലൈഫിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങൾക്ക് വഴിമാറി കൊടുക്കുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കുമോ? നമുക്കിന്ന് ഹാപ്പിനെസ്സിനെ കുറിച്ച് സംസാരിച്ചാലോ? ഹാപ്പിനെസ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പേർപ്പസ് ഓഫ് ലൈഫിനെ കുറിച്ച് പറയേണ്ടി വരും. ഒരു 10% ആൾക്കാർക്ക് മാത്രമേ പേർപ്പസ് ഓഫ് ലൈഫിനെ പറ്റി ധാരണയുള്ളൂ. അതിൽ തന്നെ ഒരു 5% പേര് മാത്രമേ അവരവരുടെ പെർപ്പസിനെ റെഗുലറായി ഫോളോ ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ആർക്കും അവരവരുടെ ജീവിതത്തിൻ്റെ പെർപ്പസിനെ പറ്റി ചിന്തിക്കുകയോ അതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. വെറുതെ ഒരു ഒഴുക്കിൽപ്പെട്ട് ഇങ്ങനെ ജീവിച്ചിരുന്നു. അതായത് ജീവിതത്തിൻ്റെ പെർപ്പസിനെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് മിക്കവരും എന്ന് ആണ് തോന്നുന്നത്. ഇനി ഒരു സംശയം ചോദിക്കട്ടെ. സൗന്ദര്യമുള്ള ഒരു മുഖവും ഹീറോയിക് ബോഡിയും ഉണ്ടെങ്കിൽ വ്യക്തികൾ സന്തോഷവാന്മാരായിരിക്കുമോ? അതൊരു വിജയമന്ത്രമായിട്ട് എടുക്കാൻ പറ്റുമോ? ഇതുകൊണ്ട് മാത്രം ഒരാൾക്കും സന്തോഷവാനായിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് സാധ്യവുമല്ല. ഒരു സ്കിൽഫുൾ മൈൻഡ്, എബിലിറ്റി ടു പെർഫോം, അതാണ് ജീവിതത്തിന് നമുക്ക് ആവശ്യം. ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും നമ്മളെ ഹാപ്പി ആക്കുമോ? ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, ഇതിന് രണ്ടിലും നമ്മുടെ ജീവിതത്തിന് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. ജീവിതം വളരെ സന്തോഷകരമായിരിക്കാൻ അത്യാവശ്യമായ 2 കാര്യങ്ങളാണ് ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഗുഡ് റിലേഷൻഷിപ്സ്. സോഷ്യലൈസിങ് ആൻഡ് സോഷ്യൽ ജീവിതം, അത് നമ്മളെ വളരെ ആക്റ്റീവാക്കും, എനർജൈസ് ചെയ്യും, കൂടുതൽ രസകരമാക്കും ജീവിതം. സൗഹൃദ ബന്ധങ്ങൾ എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, പുതിയ പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പ്രായഭേദമന്യേയുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇറ്റ് വിൽ മേക്ക് ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്. കഴിയുന്നതും ബന്ധങ്ങളിൽ വൈകാരികത കുറയ്ക്കാൻ ശ്രമിക്കണം. അത് ജീവിതം കുറച്ചുകൂടി പീസ്ഫുൾ ആക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ചില ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ലേ? അത്തരം ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ നമുക്ക് സന്തോഷം കുറേയല്ലേ ചെയ്യാറ്? എന്ത് പറയുന്നു അതിനെ പറ്റിയിട്ട്? അവിടെയാണ് നമ്മൾ കോഷ്യസ് ആവേണ്ടത്. അത്തരം ബന്ധങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും നമുക്ക് ഉത്തമം. സെൽഫ് ലവ് അല്ലെങ്കിൽ അവനവനെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് എത്രത്തോളം സന്തോഷം തരുന്ന കാര്യമാണ്? ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വസ്തുതയുണ്ട്. ജീവിതത്തിൽ നമ്മളെ വിട്ടുപിരിയാത്ത ഏക വ്യക്തി നമ്മൾ മാത്രമാണ്. പലരും നമ്മളുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകും. നമ്മളുടെ കൂടെ ജീവിതാവസാനം വരെ ഒരു വ്യക്തിയും ഉണ്ടാകുമെന്ന ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ഡിസാസ്റ്റർ ഉണ്ടായാലും സ്റ്റിക്ക് ടു യുവർ സെൽഫ്, ലവ് യു മോർ ആൻഡ് മോർ. അവനവനെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ എൻജോയബിൾ ആകും എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായും.
നമ്മൾ നമ്മളെ തന്നെ ഒരു മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കാണുന്നത്? വി സി ദ ബെസ്റ്റ് ക്രിയേഷൻ ഓഫ് ഗോഡ്. ഈ ആസ്പെക്റ്റൊക്കെ മനസ്സിലാക്കിയാൽ ജീവിതം കൂടുതൽ സന്തോഷകരമാകും എന്നായിരിക്കും അല്ലേ? അതിന് നമ്മൾ ഒരു സത്യം മനസ്സിലാക്കുകയും അംഗീകരിക്കുവാനും തയ്യാറാവണം. നമ്മൾ ആരും ഇവിടെ സ്ഥിരതാമസത്തിന് വന്നവരല്ല. അപ്പോൾ നമുക്ക് ഈ യാത്ര തരമാക്കി തന്ന ട്രാവൽ ഏജന്റ് ആരായിരിക്കും? വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റൂട്ട് മാപ്പ്, ഡെസ്റ്റിനേഷൻ എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ജീവിതം രസകരമാക്കുക, ഓരോ ദിവസവും സന്തോഷത്തോടെ ജീവിക്കുക, ലൈഫ് ഇസ് എ ജേർണി എന്ന് ഉൾക്കൊള്ളുക, ലിവ് യുവർ ലൈഫ് വിത്ത് എൻജോയ്മെൻറ്റ്, ലിവ് ടുഡേ വിതൗട്ട് വറിയിങ് അബൌട്ട് ടുമോറോ. അപ്പോൾ ഒരു ചോദ്യം, ടുഡേ മേ ബി മൈ ലാസ്റ്റ് ഡേ എന്ന് ചിന്തിച്ചാൽ നമുക്ക് കൂടുതൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഇറസ്പോൺസിബിൾ ആവും, ഒരു റെക്ലെസ് ലൈഫ് നയിക്കാനുള്ള ടെൻഡൻസിയും ഉണ്ടാവും. ഒരിക്കലുമല്ല, അതല്ല ഇതിൻ്റെ അർത്ഥം. ഈ ജീവിതം ഏതു നിമിഷവും അവസാനിക്കുമെന്ന അവഗാഹമുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ജലസി, ഫ്രസ്ട്രേഷൻ, റിവെഞ്ച് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഒരു പരിധിവരെ നമുക്കതിൽ നിന്ന് മോചിതരാവാൻ സാധിക്കും. പല സന്ദർഭങ്ങളിലും ഇത്തരം ഫീലിങ്സ് ആണ് നമ്മളെ അൺഹാപ്പി ആക്കുന്നത്. ഈ പറഞ്ഞത് ആത്മീയതയിലേക്കുള്ള വഴിയാണോ? ദിസ് ഓൺലി മീൻസ് ലിവ് വിത്ത് സെൻസ് ഓഫ് പർപ്പസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ജോയ്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ പർപ്പസ്, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, വാല്യൂസ് ഇങ്ങനെ പലതിലും അധിഷ്ഠിതമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് നമുക്ക് മനസ്സിലായാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇവൻസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. വി ഹാവ് ടു എക്സ്പ്ലോർ വിതിൻ us ഫോർ അവർ ഹാപ്പിനെസ്. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പോസിറ്റീവ് അപ്രോച്ചോടുകൂടി കാണാൻ സാധിക്കും. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അത് പാഷൻ ആവട്ടെ, നമ്മളുടെ ഡ്യൂട്ടി ആകട്ടെ, അത് മാത്രം ചെയ്യുക, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊരു റിട്ടയർമെന്റ് ഒരിക്കലുമില്ല. അങ്ങനെയല്ലേ? ഇൻ നട്ട്ഷെൽ, ലവ് യുവർ സെൽഫ്, അണ്ടർസ്റ്റാൻഡ് പർപ്പസ് ഓഫ് ലൈഫ് ആൻഡ് ഫോളോ യുവർ പർപ്പസ്, ലിവ് ടുഡേ, റിമെയിൻ ഹാപ്പി. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നോടിയായി അന്ന എലിനോർ റൂസ്വെൽറ്റ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആൻഡ് ഫസ്റ്റ് ലേഡി ഓഫ് US, ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Happiness is not a goal, it is a byproduct of a life well lived. Happiness is a universal phenomenon. It is a fundamental aspect of being human. എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, ബൈ.